സ്കൂപ്പ് റൈഡിങ് തന്നില്ലല്ലോ കളിക്കാന്. ഇന്ന് എന്റെ സൈക്കിൾ ഞാൻ അവൾക്കും കൊടുക്കില്ല. അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് സൈക്കിളുമായിട്ട് വന്നത്. അയ്യേ, അയ്യയ്യേ, ഇവിടെ എന്തൊരു നാറ്റോ. അയ്യേ, പശുക്കളെ മൊത്തം ആപ്പിയിട്ട് വച്ചേക്കുന്നു. അൻസി, അൻസി, ഒന്നിങ്ങ് വന്നേ, ഇവിടെ ഒന്ന് വന്ന് നോക്കി. അയ്യേ, ലലലലാല, ലലലലലാല, ലലലലലലലലല. എന്തൊക്കെയാ സാറാ നീ അണിഞ്ഞ് വിളിച്ചു പോകുന്നേ? എന്ത് പറ്റി? എന്താണ് ഞാൻ ഇവിടെ കളിക്കുക? ഇവിടേക്കൊന്ന് ഓടി വന്ന് നോക്ക് അൻസി. നിന്റെ വീടിന്റെ മുറ്റത്തൊക്കെ മണത്തിട്ട് വയ്യ. ഇങ്ങോട്ട് വന്ന് നോക്കാൻ വരെ വയ്യ. അയ്യേ, അപ്പടി മൊത്തം ചാണകത്ത് നിറഞ്ഞു നിൽക്കുക. പശുക്കള് മൊത്തം മുറ്റത്തും. ആണോ? അത് കുഞ്ഞമാമൻ കെട്ടിയതാ മുറ്റത്തേക്ക് പശുക്കളെ. കളി നിർത്തി നീ ഒന്നിങ്ങ് വന്ന് നോക്കി. മണത്തിട്ട് വയ്യ. അയ്യേ. അയ്യയ്യേ, അയ്യയ്യേ, സാറാ, ഇനി എന്താ ചെയ്യാ? കണ്ണിക്ക് തന്നെ ഓക്കാനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അയ്യയ്യേ, എലിവേശിയാണെങ്കിൽ ഇവിടെ ഇല്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? സാറാ, സാറാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇതൊന്ന് നന്നാക്കാം. നീ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യ് സാറാ. നിനക്ക് ഞാൻ സ്കൂപ്പ് ഡ്രൈവ് ഒക്കെ തരാം. അയ്യേ, ഞാന് ചാണകമൊന്നും തൊടില്ല. എനിക്കത് മണം കേട്ടിട്ട് തന്നെ ഓക്കാനിച്ചിട്ട് വയ്യ. ഞാനെങ്ങനെയാ? അയ്യേ, എന്നോട് പറയാ ആൻസി, ഞാൻ വീട്ടിലോട്ട് പോവാ. നീ പോയാ പിന്നെ നിന്നോട് ഞാൻ ഒരിക്കലും കളിക്കാനോ ഒന്നിനും ഉണ്ടാവില്ല കേട്ടോ. എന്റെ മാമൻ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഞാൻ നിനക്ക് കളിക്കാൻ തരില്ല. നീ ഒന്ന് എന്നെ സഹായിക്ക് സാറാ, പ്ലീസ്. അശേഷം എന്നോട് പറയല ആൻസി. എനിക്ക് ചാണകം കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഞാൻ സൈക്കിൾ ഓടിക്കാൻ വന്നതാ. സാറേ, സാറാ, ഞാൻ ചൂലും അടിക്കുടുവാരൊക്കെ എടുത്ത് ഞാൻ വാരിത്തരാം. സാറേ ഒന്ന് അപ്പുറത്ത് കൊണ്ട് ഇട്ടാഞ്ഞാ മതി. പ്ലീസ് സാറാ, ഇനി സാറയോട് ഞാൻ ഒന്നും പറയില്ല. എന്റെ സൈക്കിൾ ഞാൻ അൻസി നിന്നെ കാണിക്കാനൊന്ന് വന്നതാ. ഞാന് എന്റെ പുതിയ സൈക്കിൾ ഒന്ന് കാണിക്കാൻ വന്നതാ. ഞാൻ വേഗം വീട്ടിലോട്ട് പോട്ടെ. എന്റെ അമ്മ എന്നെ വഴക്ക് പറയും. ചൂലും അടിക്കുട്ടുവാരൊക്കെ എടുത്തത് ഞാൻ ഒന്ന് ആ കൊട്ടയിലാക്കി തരാം. നീ ഒന്ന് അപ്പുറത്ത് കൊണ്ട് ഇട്ടാൽ മാത്രം മതി. നിന്റെ മേലൊന്നും ആവില്ല, ഉറപ്പാണ്. ഞാൻ ഈ ചെയ്യുന്നത് ഒന്ന് നീ അപ്പുറത്ത് വാഴന്റെ തോട്ടത്തിൽ ഒന്ന് ഇട്ടാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട സാറാ, പ്ലീസ്. എന്റെ മേലൊക്കെ അപ്പടി ചാണകമാവില്ലേ? എനിക്ക് വയ്യ. എനിക്ക് സങ്കടം വരുക നീ പറയുന്നത് കേട്ടിട്ട്. അയ്യേ, മേലൊന്നും ആവില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇതിലേക്ക് വാരിയിട്ട് ഞാൻ കൊട്ടയില് പുറത്തൊന്നും ആവാതെ കൊട്ടയിലാക്കുക. നീ അതൊന്ന് ചുമന്നുകൊണ്ട് അപ്പുറത്ത് കൊണ്ടിട്ടാ മതി. എല്ലാം കൂടി എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ സാറാ? കൂട്ടുകാരികൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ? നന്നായി ഹെൽപ്പ് ചെയ്യണ്ടേ നമ്മള് രണ്ടുപേരും? കണ്ടോ, വലിയ കൊട്ടയല്ലേ? അതിലിട്ടിട്ട് നീ അതൊന്ന് അപ്പുറത്തോട്ട് കൊണ്ടിട്ടാ പോരെ. നല്ല കുട്ടിയല്ലേ? നിന്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും നിന്നെ സഹായിക്കാം. നീ അതൊന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സാറാ. എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ? എന്റെ വെല്ലിമ്മച്ചി ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ലേ? അയ്യോ, എന്റെ മേല് ചാണകം വീഴുന്നാ തോന്നുന്നേ. അയ്യേ, ഇനി ഞാൻ അടുത്ത റൗണ്ട് ഞാൻ കൊണ്ടുപോയില്ല. അതിനെ കൊണ്ടുപോയിക്കൊണ്ട് ഇത് മാത്രമേ ഞാൻ കൊണ്ടുപോകൂ. എനിക്ക് ഇതിന്റെ മണം കേൾക്കുന്നത് പോലും ഛർദിലും ഓക്കാനും വരും. അതിന്റെ ഇടയ്ക്ക് ഇവളുടെ ഒരു ചാണകം കട്ടയിലാക്കി തലയിൽ വെച്ച് തരുന്നത്. ഇതെന്റെ ഉമ്മച്ചി എങ്ങാനും കാണണം ഇവളെ. എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ചാണകം എന്റെ തലയിൽ കയറ്റി തരുന്നു. ഹൗ, എന്റെ അമ്മ, ഭാഗ്യം അവള് ഒരു കൊട്ടയെങ്കിലും കൊണ്ടിട്ടു. ബാക്കി പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി വന്ന് അവിടെ കൊണ്ടിട്ട ഇത് മൊത്തം തീർന്ന് ഞാൻ എങ്ങനെയാ രക്ഷപ്പെട്ടു. സാറേ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അയ്യേ, അൻസി, അൻസി, ഒരു റൗണ്ട് ഞാൻ കൊണ്ടുപോയിട്ടു. നിന്റെ കൊട്ട. ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. എന്റെ ഇമ്മച്ചി എന്നെ അന്വേഷിക്കുന്നുണ്ടാകും. എന്റെ മേൽ അപ്പടി അഴുക്കുമായിട്ടുണ്ട്.